ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ജനുവരി 5 കാർത്തേജിലെ വിശുദ്ധ ദയോഗ്രാസിയാസ്. കാർത്തേജിലെ വിശുദ്ധ ദയോഗ്രാസിയാസ്. കാർത്തേജിലെ ഒരു പുരോഹിതനായിരുന്നു ദയോഗ്രാസിയാസ്. 453 അദ്ദേഹം കാർത്തേജിലെ മെത്രാനായി തിരഞ്ഞെടുക്കപ്പെട്ടു. 14 വർഷമായിട്ട് അവിടെ മെത്രന്മാരില്ലായിരുന്നു, പലവിധ കാരണങ്ങളാൽ. ഈ മെത്രാൻ എന്ന നിലയിൽ ക്രിസ്ത്യാനികൾക്കും പുറജാതിക്കാർക്കും പാഷാണ്ടികൾക്ക് പോലും, അതായത് ഈ വേദവിപരീതം പഠിപ്പിക്കുന്നവർക്ക് പോലും താല്പര്യമായിരുന്നു. വ്യക്തി നിലയിൽ അദ്ദേഹം വളരെ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. എന്നാൽ ഈ ഒരു ജൻസേരിക് എന്ന് പറയുന്ന ഒരു രാജാവ് ക്രിസ്ത്യാനികളെ കുറേ പേരെ അടിമകളായി പിടിച്ചുകൊണ്ട് പോയി നോർത്ത് ആഫ്രിക്കയിലേക്ക് കൊണ്ടുപോയി. അടിമകളായിട്ട് അവരെ മോചിപ്പിക്കാനായിട്ട് വലിയ തുക അദ്ദേഹം ആവശ്യപ്പെട്ടു, ഈ ഗൻസേരിക് അല്ലെങ്കിൽ ജൻസേരിക് എന്ന് പറയുന്ന രാജാവ്. അപ്പോൾ രൂപതയിലെ സ്വർണം, വെള്ളി, പിന്നെ ഈ കലാപരമായ സംഗതികളുള്ള വസ്തുക്കൾ, അങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ വിറ്റ് ഈ മോചനദ്രവ്യം കൊടുത്ത് ഈ അടിമകളാക്കി കൊണ്ടുപോയ ക്രിസ്ത്യാനികളെ തിരിച്ചു കൊണ്ടുവരാൻ, അങ്ങനെ ഒരുപാട് രൂപത ഏതാണ്ട് പാപ്പരാവുന്ന തരത്തിലായി ഈ അടിമകളായി പിടിച്ചു കൊണ്ടുപോയി ക്രിസ്ത്യാനികളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ. അതിൻ്റെ കൂട്ടത്തിൽ ഈ തിരിച്ചെത്തിയ ആളുകളെ പാർപ്പിക്കാനായിട്ട് സ്ഥലമില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ബസിലിക്ക ഫൗസ്തി എന്ന് പറയുന്ന ആ ബസിലിക്കയും ബസിലിക്ക നൊവാരും എന്ന് പറഞ്ഞ ബസിലിക്ക, 2 ബസിലിക്കകളാണ്. ഈ 2 ബസിലിക്കയുടെ കുറേ ഭാഗം ഡോർമെട്രി ആയി കിടപ്പുമുറിയായിട്ട് മാറ്റേണ്ടി വന്നു. ഈ തിരിച്ചു വരുന്ന ആളുകളെ, അഭയാർത്ഥികളെ പാർപ്പിക്കാനായിട്ട്. അത് ഡോർമെട്രി ആയിട്ടും കിടപ്പുമുറിയായിട്ടും സ്വാഭാവികമായിട്ടും പിന്നെ ആശുപത്രിയായിട്ടും. അപ്പോൾ പള്ളിയുടെ ഒരു ഭാഗം ഡോർമെട്രി ആയിട്ടും ആശുപത്രിയായിട്ടും മാറ്റേണ്ടി വന്നു. ഇത് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ വിളിച്ചു വരുത്തി, വലിയ വിമർശനങ്ങൾ. ഈ ആര്യൻ പാഷാണ്ടത്തക്കാർ ഈ മെത്രാനെതിരെ തിരിഞ്ഞു. പല പ്രാവശ്യം അദ്ദേഹത്തെ കൊല്ലാനായിട്ട് ശ്രമിച്ചു. പല പ്രാവശ്യം അദ്ദേഹത്തെ പൂട്ടിയിട്ടു, ഭക്ഷണം കൊടുക്കാതെ, അങ്ങനെയൊക്കെ ചെയ്തു. അങ്ങനെ ഇദ്ദേഹം ഈ സ്വാഭാവിക മരണമെന്ന് പറയാം, പക്ഷേ ഭക്ഷണം കിട്ടാതെ, ശരിയായി വായു കിട്ടാതെ, ആരോഗ്യം പരിരക്ഷിക്കാൻ പറ്റാതെ 457 അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ നാച്ചുറൽ കോസ് കൊണ്ടാണ് മരിച്ചത്. പക്ഷേ ഇവരിങ്ങനെ ഉപരോധം ഏർപ്പെടുത്തി. അപ്പോൾ ഒരു രക്തസാക്ഷിത്വം എന്ന് തന്നെ പറയാവുന്ന സംഗതിയാണ്. അദ്ദേഹത്തെ രഹസ്യമായിട്ടാണ് കുഴിച്ചിട്ടത്. കാരണം അല്ലെങ്കിൽ ഈ ഇത് തകർത്തിട്ട്, അതായത് ശവകുടീരം തകർത്ത് ഈ ശരീരം കൊണ്ടുപോയിട്ട് പിന്നെ അതിന് വിലപേശുന്ന രീതി അക്കാലത്തുണ്ടായിരുന്നു. തിരിശേഷിപ്പുകളൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഡെഡ് ബോഡി കൊണ്ടുപോയിട്ട് അതിനും മോചനദ്രവ്യം ചോദിക്കുന്ന രീതി ഉണ്ടായിരുന്നു. അതെല്ലാം ഒഴിവാക്കാനായിട്ട് അങ്ങനെയാണ് ചെയ്തത്. ഞാൻ മനസ്സിലാക്കുന്നത് എബ്രഹാം ലിങ്കൻ്റെ ശരീരം 60 അടി താഴ്ചയിലാണ് മറ്റു കുഴിച്ചിട്ടത്. മൈക്കിൾ ജാക്സന്റെ ശരീരം ഇതുപോലെ തന്നെ 60 അടി താഴ്ചയിലാണ്. അതായത് ആൾക്കാർ ഇവരുടെ ശരീരം എടുത്തുകൊണ്ട് പോയി പിന്നെ അതിന് മോചനദ്രവ്യം ചോദിക്കാതിരിക്കാൻ വേണ്ടിയൊക്കെ അങ്ങനെയുള്ള അങ്ങനെ രഹസ്യമായിട്ടാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തത്. ഞാനിപ്പോൾ നമ്മുടെ വശത്ത്, ഇപ്പോൾ നമ്മുടെ കാലത്ത് ചിന്തിക്കുകയാണെങ്കിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരുപാട് ചീത്ത കേട്ടിട്ടുണ്ട്. എന്താണ്, ഈ മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികൾക്ക് ക്രൈസ്തവ രാജ്യങ്ങൾ അഭയം കൊടുക്കണം, അവിടെ നിന്നുള്ള ഈ കുടിയേറ്റക്കാർക്ക് കൊടുക്കണമെന്ന് മാർപ്പാപ്പ പല പ്രാവശ്യം പറഞ്ഞപ്പോഴൊക്കെ അത് വലിയ അപകടമാണെന്നുള്ള ഒരു ആക്ഷേപം. സത്യത്തിൽ അപകടമുണ്ട്. പക്ഷേ എങ്കിലും അദ്ദേഹം അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം എന്താണ്, ഈ കർത്താവാണ് രക്ഷകൻ, ഈശോമിശിഹാണ് രക്ഷകൻ എന്ന് വിശ്വസിക്കുന്ന ആളാണ് മാർപ്പാപ്പ. അതുകൊണ്ട് ഈ കുടിയേറ്റക്കാരായി വരുന്ന മുസ്ലിംസിന് അഭയം കൊടുത്താൽ താൽക്കാലികമായിട്ട് അവർ ചിലപ്പം അവിടെ അവർ തീവ്രവാദം കൊണ്ടുവരികയോ ബോംബ് വെക്കുകയോ, അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും ആത്യന്തികമായിട്ട് ഈ ഇസ്ലാമിക ലോകത്തെ മുഴുവൻ സുവിശേഷവൽക്കരിക്കാൻ, ക്രിസ്ത്യാനികളാക്കാൻ കർത്താവ് കാണുന്നൊരു വഴിയായിട്ടാണ് മാർപ്പാപ്പ അതിനെ കാണുന്നത്. പിന്നെ ഒരു മാനുഷികമായ മുഖമുണ്ട് താനും. ഇപ്പോൾ ഗസയിൽ ഇല്ലേ, മാനുഷികമായ ഇസ്രായേൽ ആക്രമിച്ചവർക്കും ആ അപകടത്തിൽപ്പെട്ടവർക്കും സഹായം കൊടുക്കുന്ന മാർപ്പാപ്പ പറയുന്നതിനെ നമ്മൾ വേറെ തരത്തിലാണ് ആൾക്കാർ കാണുന്നത്. അതായത് ഇപ്പോൾ കൺവെട്ടത്ത് കാണുന്ന കാര്യങ്ങൾ മാത്രമാണ് ആളുകൾ ചിന്തിക്കണേ. മാർപ്പാപ്പയോ കത്തോലിക്ക സഭയോ അങ്ങനെയല്ല ചിന്തിക്കുക.
മാർപ്പാപ്പയും കത്തോലിക്ക സഭയ്ക്ക് ചിന്തിക്കുന്നത് ഒന്ന് ദൈവത്തിൻ്റെ പക്ഷത്തു നിന്നുകൊണ്ടാണ്. അതായത് 600, 700, 2000 കൊല്ലങ്ങൾക്ക് ശേഷം സംഭവിക്കാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ കാണാൻ പറ്റും അവർക്ക്. അത് കാണാൻ പറ്റും. അങ്ങനെയാണ്. അതാണ് വിശ്വാസം എന്ന് പറയണേ. 2, ഈശോ മിശിഹ എന്ന സത്യദൈവം, ആ സത്യദൈവത്തിൻ്റെ കൈകളാണ് ചരിത്രം എന്നുള്ള ബുദ്ധിയും ബോധം ഉണ്ട് അവർക്ക്. ഇപ്പോൾ നമ്മുടെ കൺവെട്ടത്ത് കാണുന്ന 25 കൊല്ലം, 30 കൊല്ലം, 35 കൊല്ലം, 50 കൊല്ലം അങ്ങനെയൊന്നും ചിന്തിക്കാൻ കത്തോലിക്ക സഭയ്ക്ക് കഴിയില്ല, ചെയ്യൂല. അപ്പോൾ ഇസ്ലാമിനെ സഹായിച്ചിട്ട സ്ഥലത്തൊക്കെ കത്തോലിക്ക സഭ നശിച്ചു പോയില്ലേ എന്നൊക്കെ ആൾക്കാർ ചോദിക്കും. അത് നിങ്ങൾക്ക് തോന്നുകയാണ്. അങ്ങനെ നശിച്ചു പോകില്ല. ദൈവമാണ് അതിൻ്റെ അതിൻ്റെ സ്ഥാപകനെങ്കിൽ നശിച്ചു പോകില്ല. ഈ 587 വെട്ടി മാറ്റപ്പെട്ടെന്ന് കരുതിയ ദാവീദിൻ്റെ കുറ്റി, ഉണങ്ങി കരിഞ്ഞു പോയെന്ന കുറ്റി, ആ കുറ്റിയിൽ നിന്നാണ് ദാവീദ് ജസ്സയുടെ കുറ്റിയിൽ നിന്നൊരു മുള കിളിർക്കും. ജസ്സ എന്ന് പറഞ്ഞാൽ ദാവീദിൻ്റെ അപ്പൻ. ജസ്സയുടെ കുറ്റി എന്ന് പറഞ്ഞാൽ ദാവീദ്, അതിൽ നിന്നൊരു മുള, ഒരു ബ്രാഞ്ച്, ഒരു ഷൂട്ട്, അതാണ് യേശു ക്രിസ്തു. അതായത് 587 കരിഞ്ഞു പോയി എന്ന് കരുതിയ ആ കുറ്റിയിൽ നിന്നാണ് BC 2 അല്ലെങ്കിൽ BC 3 അവസാനത്തിൽ ഒരു മുള കിളിർത്ത് വന്നത്. 600 ഏതാണ്ട് 585 കൊല്ലം കഴിഞ്ഞിട്ട്, 585 കൊല്ലം കഴിഞ്ഞിട്ട്. ഇങ്ങനെയാണ് പ്രവചനങ്ങൾ. ഇത് മനസ്സിലാക്കാൻ ബുദ്ധിയും ബോധമോ വിശ്വാസവും ഇല്ലാത്തവരാണ് ഈ മാർപ്പാപ്പയെ വിമർശിക്കുന്നത്. അപ്പോൾ പള്ളികൾ ആശുപത്രിയാക്കുന്നു, അല്ലെങ്കിൽ ഡോർമെറ്ററി ആക്കുന്നൊക്കെ പറയുമ്പോൾ അതിനെയൊക്കെ വേറെ തരത്തിൽ വ്യാഖ്യാനിക്കാൻ വിശ്വാസമില്ലാത്തവർക്ക് കഴിയും, വിശ്വാസമുള്ളവർക്ക് കഴിയില്ല. വിശുദ്ധരുടെ വഴി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മളും വിശുദ്ധരാകേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാര്യം എന്താണ്? ഈ പാഷാണ്ഡത പഠിപ്പിക്കുന്ന ആളുകളൊക്കെ നമുക്കെതിരെ തിരിയും. നമ്മളെ കൊല്ലാനായിട്ടോ ഉപരോധം ഏർപ്പെടുത്താനൊക്കെ നടക്കും. ഇപ്പോൾ എറണാകുളത്ത് നമ്മൾ കണ്ടില്ലേ, പുതുതായിട്ട് വെച്ച അച്ഛന്മാർക്ക് ഉപരോധം ഏർപ്പെടുത്തി, കഞ്ഞി കൊടുക്കില്ല, വെള്ളം കൊടുക്കില്ല, വായു പോലും കൊടുക്കില്ല. പക്ഷെ അവർ വിശുദ്ധരാകുകയാണ്. ഈ ഉപരോധം ഏർപ്പെടുത്തപ്പെടുന്ന ആളുകൾ ഈ കാർത്തേജിലെ ഈ ദയോഗ്രാസിയാസിനെ പോലെ വിശുദ്ധരാകുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റർമാർ, അതായത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിയമിക്കപ്പെട്ട അഡ്മിനിസ്ട്രേറ്റർമാർ തോറ്റു നിൽക്കാണ്, പരാജയപ്പെട്ട് നിൽക്കാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അല്ല, അവർ വിശുദ്ധരായി നിൽക്കുക മാത്രമല്ല അവരാണ് ജയിച്ചു നിൽക്കുന്നത്. ലോകത്തിന് മുമ്പിൽ തോറ്റു നിൽക്കുന്നെന്ന് വിചാരിക്കുന്നവരാണ് ദൈവത്തിന് മുമ്പിലും സഭയുടെ മുമ്പിലും ജയിച്ചു നിൽക്കുന്നത്. ആ ജയം കാണാൻ വിശുദ്ധരുടെ കണ്ണ് വേണം, ഉണ്ടാകട്ടെ നമുക്കത്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.